നമസ്കാരം. അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ ലീഗിലെ ചാമ്പ്യന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്റർ കാശി അങ്ങനെ ഐ ലീഗിലെ ചാമ്പ്യന്മാരായി. ഐ ലീഗ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. ഇതുവരെ ചാമ്പ്യന്മാരെ നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നില്ല. ചാമ്പ്യന്മാരെ ആദ്യം ഇന്റർ കാശിയാണെന്ന് പറഞ്ഞു. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർ കാശി ഒരു ടീമിനോട് തോറ്റു. ആ ടീമിൽ രജിസ്റ്റർ ചെയ്യാത്തൊരു ഫോറിനർ കളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്റർ കാശിക്ക് 3 പോയിന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്റർ കാശിക്ക് 3 പോയിന്റ് കൊടുത്തു. പക്ഷേ ചർച്ചിൽ ബ്രദേഴ്സ് അതിനെതിരെ പറഞ്ഞിട്ട് അങ്ങനെ ചർച്ചിൽ ബ്രദേഴ്സ് അപ്പീൽ പോയി. അപ്പോൾ ഇന്റർ കാശി വീണ്ടും താഴെ പോയി. അപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് വിന്നറായി. അപ്പോൾ AFF പറഞ്ഞു അത് ചർച്ചിൽ ബ്രദേഴ്സാണ് വിന്നർ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇന്റർ കാശി അതിന് അപ്പീൽ പോയി. ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് അപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സിനോട് ആ കപ്പ് AFF തിരിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ അവർ കൊടുത്തൊന്നുമില്ല. പക്ഷേ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ ഇന്റർ കാശി വീണ്ടും ഐ ലീഗിൽ വിന്നറായി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവരൊക്കെ ഇത് എത്ര കാലം തല്ലൂരിരുന്ന് ISL കളിക്കാനാണ്. ISL ഉണ്ടാവില്ല എന്നുള്ള കാര്യം വളരെ സംശയമാണ്. നമ്മുടെ വിഷൻ 2050 വേൾഡ് കപ്പ് കളിക്കണം എന്നുള്ളതാണ്. കാരണം ഐ ലീഗിലൊരു വിന്നർ നിർണ്ണയിക്കാൻ ഇത്ര സമയം, പിന്നെ ISL ഉണ്ടോ ഇല്ല എന്നുള്ള സംശയം ഒക്കെ വളരെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ഒരു വിന്നർ തീരുമാനിക്കാനും ഒരു ലീഗ് നടത്താനും അത്രയധികം ബുദ്ധിമുട്ടുള്ള നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഒരു വേൾഡ് കപ്പ് കളിക്കുക ഒക്കെ മനസ്സിലാവില്ല. കാരണം നമ്മൾ പ്ലെയേഴ്സൊക്കെ ഗ്രാസ് റൂട്ട് ലെവലിൽ മുതൽ അവരെ കൊണ്ടുവരണം. അതിനുള്ള പ്ലാനുകളും പ്രിപ്പറേഷനും ഒക്കെ തുടങ്ങി. ഒരു വിഷൻ 2040-50 വെച്ചിട്ട് ഇത് ഇങ്ങനെയാണ് ഇപ്പം തന്നെ പോക്ക് വെച്ചെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ളത് വളരെ ദയനീയ അവസ്ഥയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ. എന്തായാലും ഇന്റർ കാശി വിന്നറായി. ഇനിയിപ്പോൾ ഇവർ അപ്പീൽ പോയിട്ട് അത് മാറ്റുമെന്ന് അറിയില്ല. എന്തായാലും ISLക്കാണ് ഇവരൊക്കെ പോണത്. പക്ഷേ ISL ഉണ്ടോയെന്നും അറിയില്ല. വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.